കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ദേവകൾ പൂജിതമായ ചതുർബാഹു വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാണാനായിട്ട് അനുഗ്രഹിച്ച് നിൽക്കുന്നത് എന്ന് അറിയണ്ടേ? അപ്പോൾ എല്ലാവരും വരൂ. നേരെ നമുക്ക് ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് വരാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് നേരെ വരാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, പൊതുവെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്. ഇന്ന് നേരത്തെ അടച്ചു എന്ന് പറയാം, കാരണം 1 മണിയാകുമ്പോഴേക്കും ഒക്കെ അടച്ചു. 10:30-11 മണിയാകുമ്പോഴേക്കും ക്യൂ ക്ലോസ് ചെയ്തു. അതെല്ലാം കൂടി 1 മണിയായി. അപ്പോൾ നേരത്തെ ആയി, കാരണം ശ്രീകോവിലിൻ്റെ അകത്ത് പെയിൻറ്റിങ് നടക്കുകയാണ്. അതുകൊണ്ട് ഉള്ള കുറച്ച് നേരത്തെ അടയ്ക്കൽ. ഇനിയിപ്പോൾ വൈകിട്ട് 4:30-ക്കാണ് തുറക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. ഭഗവത് ചൈതന്യം നമ്മളിലേക്ക് എത്തുന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഇടതുവശത്തെ ആ നാരായണീയൻ രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ ആ പീഠം ഒന്ന് നോക്കി സ്മരിക്കുക അദ്ദേഹത്തെ. അതുപോലെ വലതുവശത്തെ ആ തൂണൊന്ന് നോക്കി തൊഴുക. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് നമ്മൾ വലത്തെ സൈഡിലൂടെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽപാദങ്ങളിൽ കാൽവളകൾ കാണാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ കാണാനുണ്ട്. കൈവളകൾ തോൾവളകളുണ്ട്. കൈവളകളിൽ ഒരു കയ്യിൽ സ്വന്തം ഓടക്കുഴലും മറു കയ്യിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ആ മുദ്രയുമായിട്ടാണ് എല്ലാവരും അനുഗ്രഹിക്കുകയാണ്. വെറുതെ കൈ കൊണ്ടിങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ ഒരു മുദ്രയാണെന്ന് ഉള്ളത്. അങ്ങനെ നോക്കി വരുമ്പോൾ മുഖത്ത് നല്ലൊരു ഗോപീതിലകുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒറ്റ തിരുമുടിമാല ഉള്ളത്. അതുപോലെ തുളസിയും വെളുത്ത പൂവും താമരയും കൂടിയുള്ള ഒരു ഉണ്ടമാലയുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള നല്ല അലങ്കാരമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി പുതുവന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരിയാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം കൃഷ്ണപ്രസാദോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണ്. വളരെ സിമ്പിളായിട്ട് കാണാനും നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചയാണ്. ഇന്നലെ ശ്രീരാമചന്ദ്രനായിരുന്നു മുൻ മേൽശാന്തിയായിരുന്നു ചാർത്തിയിരുന്നത്. ഇന്നിപ്പോൾ കൃഷ്ണപ്രസാദോദിക്കനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് പതിക്കുക. അപ്പോൾ എന്നിട്ട് പ്രാർത്ഥിച്ചോളുക. അത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴുകയാണ്. വിഘ്നങ്ങളകറ്റാനുള്ള ഗണേശ്വരന്, അതുപോലെ നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി കണ്ട് തൊഴുക. വീണ്ടും നമ്മൾ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴുതു. അതിനുശേഷം സപ്തമാതാക്കളെ കണ്ട് തൊഴുകയാണ്. അങ്ങനെ തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴുകയാണ്. അവിടെ നല്ല ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അതിനുശേഷം സരസ്വതി ദേവീനെ കണ്ടു തൊഴുകയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും
ചെറിയ ഗണപതിനെ കാണാം. അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹത്തിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ ഇങ്ങനെ കണ്ടു തൊഴുത് മേൽശാന്തിയുടെ അവിടെ ഇരിക്കുന്നത് കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങുക, അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അതിനുശേഷം നേരെ ആ വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് വേറെ മാലകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ്. അതിനുശേഷം നേരെ നമ്മൾ പുറകുവശത്തായിട്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ശേഷം തിരിച്ച് വീണ്ടും ശ്രീരാമചന്ദ്രസ്വാമീനെയും അതുപോലെ മറ്റുള്ളവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തൊക്കെ വന്ന് തൊഴുതു. നേരെ വന്ന് ആ മുരുകനെയൊക്കെ കണ്ട് തൊഴുകയാണ്. അതിനുശേഷം ആ ആഞ്ജനേയ ഭഗവാനെ കണ്ട് തൊഴാം. ത്വമസ്മിൻ കാര്യേ നിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞാമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണതാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അതിനുശേഷം ഓവിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് ഗ്രില്ലിനപ്പുറത്ത് കടന്ന് ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ നേരെ മണിക്കിണർ നോക്കി തൊഴാം. അതിനുശേഷം ആ നൃത്ത മണ്ഡപത്തിലേക്ക് നോക്കിയിട്ട് കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടേക്ക് നോക്കി തൊഴാം. വീണ്ടും കുറൂരമ്മേനെയും കൃഷ്ണാട്ട വിഗ്രഹവും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊട്ട് ഇനി നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. ഭഗവതി നല്ല ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മ ഭഗവതീനെ കത്ത് കണ്ട് തൊഴുത് നേരെ പോന്ന് കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി അഭയ മുദ്രയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന പൊന്നോടക്കോഴിൽ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി. കൂത്തമ്പലത്തിലേക്കൊന്ന് കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും, അവിടേക്കൊന്ന് നോക്കി തൊഴുക. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് വലം വെച്ച് വീണ്ടും നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് എത്തിയാൽ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. അത് കഴിഞ്ഞ് ഒരു ലേശം പിന്നിലേക്ക് നിന്ന് നോക്കിയാൽ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവരും എന്നെ ശ്രവിക്കുന്ന സമയത്ത് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.